Good morning, everyone. I am Vigneshwari, Director of Center for Continuing Education in Kerala. So I welcome you all to this orientation class by Chief Secretary, Honorable Chief Secretary of Kerala. This is orientation class for the new batch of prelims cum mains coaching, which was inaugurated by Honorable CM of Kerala yesterday. And this class would mark the beginning of your new training session. And I believe that most of these students who have enrolled here will be appearing for your exams on October 4th, and all the best for all. And I think Chief Secretary will be joining in a few minutes. What we would like to say is regarding this class for the new batch of students. This orientation will be followed by orientation of optional subjects. So optional subject faculties will be giving you a orientation in the following week after Onam holidays. So this will give you a view about the optional subjects so that you can choose one optional subject based on that. Following which the classes will commence. You will be grouped into different batches. You'll be grouped into different batches based on your optional subjects, and you'll be having your classes for 3 hours with respect to options and 3 hours for general studies. For your session, we can open the forum for discussion for 5 or 10 minutes. എല്ലാവർക്കും ഓണം ആശംസകൾ ഞാൻ നേരുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിലെ പകുതി കുറച്ച് മലയാളത്തിൽ സംസാരിക്കും. ഞാൻ മലയാളി അല്ല, പക്ഷെ ഇവിടെ വന്നിട്ടാണ് എല്ലാം പഠിച്ചത്. മലയാളം എഴുതാനും സംസാരിക്കാനും വായിക്കാനൊക്കെ ഇവിടെ വന്നിട്ട് ശേഷമാണ് പഠിച്ചത്. നമ്മുടെ ഡയറക്ടർ പറഞ്ഞതുപോലെ 1987 ഞാൻ കേരളത്തിലെ ആദ്യം വന്നത് ട്രെയിനിങ്ങില്. കൊല്ലം ജില്ലയിലായിരുന്നു. അവിടെ ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ട് മാനന്തവാടി സബ് കളക്ടറായിട്ട് 88-89 ഞാൻ ജോയിൻ ചെയ്തത്. ഭാഷ പിടിക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, ഭക്ഷണം ശരിയാവുന്നില്ല, കാലാവസ്ഥ പിടിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അറിവില്ല, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. വളരെ യങ് ഏജിലാണ് വന്നത്. 25 വയസ്സ് മാത്രമായിരുന്നു. മാനന്തവാടി എവിടെയാണോ തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷേ സിവിൽ സർവീസസിന്റെ ചില നേട്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ ഒരു പ്രത്യേക ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സർവീസിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം, ആ ഒബ്ജക്റ്റീവ്, ആ ടാർഗറ്റ്, നിങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന സ്വപ്നം, അതാണ് നിങ്ങൾ സിവിൽ സർവീസിൽ എഴുതാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഞാൻ കരുതുന്നു. That objective basically is to give back to people services. Give services to people. Civil services basically means services to civil society, to people. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും first thing I learned is that I have to speak in Malayalam. Correct ആയ ശരി, wrong ആയ ശരി, പക്ഷേ മലയാളത്തിൽ സംസാരിക്കണം. കാരണം നമ്മുടെ ആളുകൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മനസ്സിലാവില്ല, ഹിന്ദിയിൽ സംസാരിച്ചാൽ മനസ്സിലാവും, പക്ഷെ മറുപടി പറയാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീഡിയം ഫോർ അസ് ടു എക്സ്പ്ലെയിൻ ടു പീപ്പിൾ വാട്ട് വി ആർ ആൻഡ് വാട്ട് വി വാണ്ട് ടു സേ. നമ്മുടെ ഭൂരിപക്ഷം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. നിങ്ങൾക്ക് സിവിൽ സർവീസസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ സിവിൽ സർവീസസ് ബോർഡിലെ സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിലെ മാർക്ക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹൗ യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് യു ആർ, വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി, അത് ഹാഫ് ആൻ അവർ 30 minutes കൊണ്ട് നിങ്ങൾ അവിടെ വിദഗ്ധനായിട്ടുള്ള ആളുകൾ, 30, 20, 40 വർഷമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. എനിക്കിപ്പോ ശരാശരി 36 വർഷമായി സർവീസിൽ വന്നിട്ട് ശേഷം. ഇപ്പോഴത്തെ കഴിഞ്ഞിട്ട് ഇപ്പോ 20 ഞാനിപ്പോ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കേരളത്തിലെ ഒരിക്കലും ചീഫ് സെക്രട്ടറി ആവാൻ ഞാൻ കരുതിയിട്ടില്ല. ഞാനങ്ങനെ പ്ലാൻ ചെയ്തില്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല.
ജോലിയിൽ വന്ന ശേഷം ജോലി ചെയ്യണം. എന്റെ ജോലി കൊണ്ട് മാക്സിമം ആളുകൾക്ക് സഹായിക്കാൻ സാധിക്കണം. ഇവിടുത്തെ ഈ നാടിന്റെ ഒരു നാട്ടുകാരായിട്ട് മാറണം. ഭാഷ എല്ലാം മനസ്സിലാക്കണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ ഉദ്ദേശം മനസ്സിലുണ്ടായി. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അന്ന് ദുർഭാഗ്യവശാൽ 82, 83, 4, 5, 6, 7 ബാച്ചസിലെ മലയാളികൾ വളരെ കുറവായിരുന്നു സർവീസിൽ. ഭൂരിപക്ഷ ആളുകൾ പുറത്തുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. മലയാളികളെ എഴുതാറില്ല, എക്സാം എഴുതാറില്ല. എന്താണോ എനിക്കറിയില്ല. വർഷങ്ങൾ മുമ്പുള്ള അങ്ങനെ ഒരു ശീലമായി മാറി. ഈ 80, 90 ആകുമ്പോഴത്തേക്ക് വളരെയധികം മലയാളികളില്ല, സർവീസിൽ വരാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോ ആ സാഹചര്യങ്ങളൊക്കെ മാറി. എല്ലാ വർഷവും ഇപ്പോൾ നമ്മുടെ സിവിൽ സർവീസസിലെ ഒരുപാട് മലയാളികൾ ഇപ്പോൾ വരാൻ തുടങ്ങി. നല്ല സന്തോഷമുണ്ട്. നല്ല ഹംബൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആളുകൾ, വളരെ പിന്നോക്ക ആയിരിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒത്തിരി കുട്ടികളെ ICS, ഇന്ത്യൻ സിവിൽ സർവീസസിലെ നമ്മുടെ സിവിൽ സർവീസ് എക്സാം പാസ്സാക്കി IAS, IPS പല സർവീസസും ഒക്കെ കിട്ടാനുള്ള അതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അക്കാഡമി തന്നെയാണ്. അത് എനിക്ക് വളരെയധികം അതിലെ ഒരു ഈ അക്കാഡമി ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വളരെയധികം ഒരു പ്രശംസ, എനിക്ക് അംഗീകാരം ഉണ്ട് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. ഞാൻ വരുമ്പോ 25 വയസ്സിലെ ഞാൻ അവിടെ കേരളത്തിലേക്ക് വരുമ്പോ ട്രെയിനിൽ വരുമ്പോ നമ്മളെ 2 or 3 ദിവസം 4 ദിവസം പിടിക്കില്ലേ? There's a VC going on. I'll talk to you. അപ്പോ ഇതില് വരുമ്പോ ഇപ്പോ 2 or 3 ദിവസം യാത്ര ചെയ്യുമ്പോ ആളുകൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ? അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ട്രെയിനിലെ ഭക്ഷണം പോലെ കിട്ടാൻ സാഹചര്യങ്ങളില്ല. കൊങ്കൺ റെയിൽവേ ഇല്ലായിരുന്നു. ശരിക്കും 3 ദിവസം 4 രാത്രി 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡൽഹി ടു കേരള വലിയൊരു ജേർണി ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു മലയാളി സുഹൃത്ത് എന്നോട് ചോദിച്ചു, സാറിന്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജസ്ഥാനാണ്. അപ്പൊ അങ്ങോട്ട് കേരളത്തേക്ക് എന്താ സന്ദർശിക്കാൻ പോകുന്നുണ്ടോ? അന്ന് ഗോഡ്സ് ഓൺ കൺട്രി കേരളം ഡെസ്റ്റിനേഷൻ ആർക്കും അറിയത്തില്ല. ഞാനെ പോലെ കേരളം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേരളക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ട്രെയിനിൽ എന്നോട് ചോദിക്കുമ്പോ ഞാനിവിടെ പുതിയ ജോലി ജോയിൻ ചെയ്യാൻ പോവാണ്. എന്ത് ജോലിയാണ്? ഞാനൊരു IS ഒരു സെലക്ഷൻ കിട്ടി. ഞാൻ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഭയങ്കര അയാൾക്ക് സർപ്രൈസ്ഡ് ആയിപ്പോയി. അയാൾ എന്നോട് ചോദിച്ചത്, സാറിന്റെ നാട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് കേരളം? ഞാൻ ശരാശരി 3000 കിലോമീറ്റർ ആയിരിക്കും. ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ അന്നത്തെ ശമ്പളം 2300 രൂപ ആയിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2300 രൂപ. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വട്ടാണോ ചോദിച്ചു. ഈ 2300 രൂപ കിട്ടാൻ വേണ്ടി 3000 കിലോമീറ്റർ പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ശരിക്കും അതിശയായി പോയി, സർപ്രൈസ് ആയിപ്പോയി. കാര്യം ചോദിക്കുന്നത് കറക്റ്റ് ആണല്ലോ. 2300 രൂപ കിട്ടാൻ വേണ്ടിയാണോ ഞാൻ 3000 കിലോമീറ്റർ പോകുന്നത്? അപ്പൊ ഞാൻ IS ഓഫീസറാണ് എന്ന് പറഞ്ഞാലും അയാൾ പറഞ്ഞത് 2300 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇത് നാട്ടിൽ ജോലി ചെയ്താൽ മതിയായിരുന്നു, തട്ടുകട തുടങ്ങിയാൽ മതിയായിരുന്നു, ചായക്കട തുടങ്ങിയാൽ മതിയായിരുന്നു, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ മതിയായിരുന്നു. വേറെ 3000 കിലോമീറ്റർ പോയിട്ട് കാര്യമുണ്ടോ? ഭാഷ പഠിക്കുന്നില്ല, സ്ഥലം മനസ്സിലാവുന്നില്ല. 2300 രൂപ കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? ശരിക്കും അതിനു വേണ്ടി അല്ല ഞാൻ വന്നത്, എനിക്കറിയാം. പക്ഷെ എനിക്ക് മറുപടി പറയാനായിട്ടില്ല. കാരണം ഇത്ര തുച്ഛമായുള്ള ശമ്പളത്തിന് ഞാൻ എന്തിനാ ഇത്ര ദൂരം നിന്ന് വന്നിരിക്കുന്നത്? ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം 25 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ കാലകാലങ്ങളായിട്ട് ഈ ചോദ്യം എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാ ഇത്ര ദൂരെ വന്നിരിക്കുന്നത്? പൈസ കിട്ടാൻ വേണ്ടിയാണോ? ശമ്പളം കിട്ടാൻ വേണ്ടിയാണോ? ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ പവർ കിട്ടാൻ വേണ്ടിയാണോ? ശരിക്ക് പൈസ കിട്ടാനാണെങ്കിൽ ബിസിനസ് ചെയ്താൽ മതിയായിരുന്നു. അത് നാട്ടിൽ ചെയ്തുകൂടെ? എന്തിനാ എത്ര ദൂരെ പോകുന്നത്? ശമ്പളം കിട്ടാൻ വേണ്ടി
ശമ്പളം ഈ 2300 രൂപ കിട്ടാൻ വേണ്ടി കാര്യമില്ലല്ലോ. പവർ കിട്ടാനാണെങ്കിൽ പോളിറ്റിക്സിൽ ഇലക്ഷനിൽ മത്സരിച്ചാൽ മതിയായിരുന്നു. അവിടെയാണ് ശരിക്കും പവർ. മന്ത്രിമാരൊക്കെ വീൽ ചെയ്യുന്ന പവർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഞാൻ എന്തിനു പോകുന്നു? പൈസ ഇല്ലെങ്കിൽ, പവർ ഇല്ലെങ്കിൽ ഞാൻ ഈ 3000 കിലോമീറ്റർ പോകുന്നത് എന്ത് കാര്യത്തിനാണ്? എന്റെ മനസ്സിൽ ഈ ചോദ്യം 10 വർഷം കൂടെ അങ്ങനെ, പക്ഷെ എനിക്ക് മറുപടി കിട്ടുന്നില്ല. സിവിൽ സർവീസസ് ഉണ്ട്, ശരി, ഞാൻ ജോലി ചെയ്യാൻ പോവാണ്, ഒരു പ്രസ്റ്റീജിയസ് ജോലിയാണ്, ശരിയാണ്. പക്ഷേ ഈ 2 ചോദ്യത്തിന് എന്താ മറുപടി? ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണോ? ശരി, പക്ഷെ നിങ്ങൾ തന്നെ ഹെൽപ്ലെസ് ആണല്ലോ. എ ഹെൽപ്ലെസ് പേഴ്സൺ cannot help other helpless people unless you are on your own legs. If you yourself are helpless, how will you help others? ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സമാധാനം, ഒരു ബുദ്ധിമുട്ട് വരില്ല. ആ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അത് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 99% of civil services, if you want to become a civil servant, especially IAS, IPS, central services കിട്ടാനാണെങ്കിൽ 99% is hard work, sincerity and commitment to write this exam. ഒരു അധ്വാനം വേണം, ഹാർഡ് വർക്ക് വേണം, സിൻസിയറിറ്റി വേണം, കമ്മിറ്റ്മെന്റ് വേണം. അതൊരു ഷോർട്ട് കട്ട് അല്ല. ഈ എക്സാം ഷോർട്ട് കട്ട് അടിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം ഞാൻ 2 തവണ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിലെ IPS കിട്ടി, അതിനുശേഷമാണ് IAS കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ, സിൻസിയറിറ്റി ഇല്ലെങ്കിൽ ഈ എക്സാം എഴുതണ്ട. അത് മാത്രമേ ഉള്ളൂ. ചെയ്യുമ്പോൾ 100%. So I'll just start with how to what position was most satisfying. Okay, അത് മനസ്സിലായി. Okay, I'll answer very quickly. See, it is not only how to keep the continuity. See, this exam is a test of perseverance. നമ്മുടെ ശരിക്കൊരു ടെസ്റ്റ് ആണ്, നമ്മുടെ വിൽ പവറിന്റെ ടെസ്റ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് വിൽ പവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. All over the country, every college, every school, every university has some subject or the other where somebody is a topper. Undalo. Let us say engineering, let us say medical, let us say arts, let us say law, let us say pharmacy, let us say science, English, Hindi, maths, mathematics, chemistry, physics, zoology, botany. All subjects, every town and village of India will have 1 college or 2 colleges or 10 colleges where somebody is topping. അവരെല്ലായിടത്തും ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സിവിൽ സർവീസ് എഴുതണം. They will think that I am very good because you are a topper in your class. I am very good, so let me try civil services. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. All over India, how many towns and cities, how many colleges, how many cities, how many subjects, how many toppers are there? This exam is about competition among the toppers. Adu manasilakanam. They are already very good in studies, generally. So, if you have to crack it, you have to be the best in that. It is competition among the toppers. It is competition among some of the best students all over the country in different subjects. And you have to all compete at the same level. Otherwise, it's not an easy thing. Adile highs and lows varum. Chila samayathu nammade battery down ആയി പോകും, demoralized ആയി പോകും. പക്ഷേ നമ്മുടെ ഫോക്കസ് വളരെ ക്ലിയർ ആവും. എനിക്കത് ചെയ്തേ മതിയാവും. ഞാൻ ഫസ്റ്റ് ടൈം IPS വരുമ്പോൾ എനിക്ക് IPS ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് IAS പോകണം, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയി. അന്ന് ഈ കോച്ചിങ്ങോ ഫോണൊന്നും ഇല്ല, ആകെ TV ആകെ ഒരു ചാനൽ മാത്രമായിരുന്നു, ദൂരദർശൻ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫിലിമൊക്കെ കാണാൻ എനിക്ക് താല്പര്യം. ഞാൻ എല്ലാവരും വിട്ടു, എല്ലാവരും മറന്നുപോയി. 3 മാസമായിട്ട് ഞാൻ സൺറൈസ് കണ്ടിട്ടില്ല, സൺസെറ്റ് കണ്ടിട്ടില്ല, ഫ്രണ്ട്സ് മറന്നുപോയി, പത്രങ്ങൾ വായിച്ചിട്ടില്ല, TV കണ്ടിട്ടില്ല. കാരണം എവറി മിനിറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഐ വാസ് ഡെസ്പെറേറ്റ് ടു കം ഔട്ട് ഓഫ് പോലീസിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടി, പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ല. IAS വരാനായിട്ട് കുറച്ച് കൂടുതൽ മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ IAS പോകാമോ? ഈ അധ്വാനത്തോടു കൂടിയാണ് ഞാൻ 3 മാസം പിന്നെ ലോകം കണ്ടിട്ടില്ല. എവിടെയാണ് ലോകം പോകുന്നത് എനിക്കറിയില്ല, എല്ലാം മറന്നുപോയി. ഭക്ഷണം കഴിക്കാൻ മാത്രം എൻ്റെ ഒരു സ്റ്റഡി റൂമിൽ നിന്ന് വരും, പിന്നെ വേണ്ട റൂമിലേക്ക് പോകും.
പിന്നെ ഉറങ്ങാൻ സമയം, ബാക്കി എല്ലാ സമയത്ത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ഈ എക്സ്പീരിയൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ കുതിര കഴുത തമ്മിൽ വ്യത്യാസം എന്താണ് അറിയാമോ? ബോത്ത് ജനറിക് ദിസ് തിങ്. പക്ഷെ കുതിര കഴുത തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. യുവർ സ്റ്റഡി ഷുഡ് ബി സ്മാർട്ട്. നിങ്ങളിങ്ങനെ മൊത്തം പുസ്തകം വായിക്കാൻ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. യു ഷുഡ് നോട്ട് ബി ലൈക്ക് എ ഡോങ്കി who keeps on taking load, പക്ഷെ വിലയൊന്നുമില്ല. You have to be smart. This exam is about smart readers, smart crackers, smart toppers. എല്ലാവർക്കും പറ്റൂല, മനസ്സിലായോ? അതുകൊണ്ട് ലോ വരും, ഹൈ വരും, ബാലൻസ് ചെയ്ത് പോകണം. ചില സമയത്ത് നമ്മുടെ ഒരു ഗ്യാപ്പ് വേണ്ടി വരും, ചില സമയത്ത് നമ്മുടെ ഹൈ ആൻഡ് ലോ ഒക്കെ വരും. ആ സമയത്ത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. അത് ബാറ്ററി ലോ ആവാൻ പാടില്ല. ആ സമയത്ത് നമ്മുടെ വിൽ പവർ കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ വാട്ട് ലെഡ് യു ടു സിവിൽ സർവീസ്? യെസ്, ഐ ലാൻഡഡ് ബൈ ആക്സിഡന്റ്. പക്ഷെ IPS വന്നു കഴിഞ്ഞാൽ IS എനിക്ക് പോകാൻ പറ്റൂ എന്ന് ആ ധൈര്യം ഉണ്ടായി. എനിക്ക് ആ ടാർഗറ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ISL ഐ വാസ് ഏബിൾ ടു ഗെറ്റ് 9th റാങ്ക് ഇൻ ഓൾ ഇന്ത്യ ലിസ്റ്റ്. ഓൺലി ബിക്കോസ് ഞാൻ സൂര്യൻ കണ്ടിട്ടില്ല കുറെ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് കണ്ടിട്ടില്ല, സൂര്യൻ കണ്ടിട്ടില്ല, എവിടെയാണ് ലോകം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ISL 9th റാങ്ക് കിട്ടാൻ സാധിച്ചത്. പിന്നെ 1 year, നോ, ദീസ് ആർ ഷോർട്ട് ടേം ടാർഗറ്റ്സ്. അങ്ങനെ ആലോചിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് 1 year പ്രിപ്പറേഷൻ. ഇറ്റ് ഈസ് ഹൗ സ്മാർട്ട് യു ആർ പ്രിപ്പയറിംഗ്, ഹൗ സ്മാർട്ട് യു ആർ ലേണിംഗ്, ഹൗ സ്മാർട്ട് യു ആർ ഏബിൾ ടു പുട്ട് അക്രോസ്. ബിക്കോസ് ദിസ് ഈസ് കോമ്പറ്റീഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾ ഓവർ ദ കൺട്രി. അതുകൊണ്ട് ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ട്രൈ ചെയ്യണം. ഗോ ടു 2nd year, 3rd year. പക്ഷെ ഫോക്കസ് ലൂസ് ചെയ്യാൻ പാടില്ല. If you lose sometimes, you will improve it next time. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് കിട്ടുമെന്ന് ആശ്വസിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. ട്രൈ ചെയ്യണം, പക്ഷെ ബി പ്രിപ്പയർഡ് that you may not get it. Out of 500 vacancies, you may not get to IAS. You may land into income tax. ഒത്തിരി കുട്ടികൾ എനിക്ക് നേരിട്ട് അറിയാം. ഫസ്റ്റ് അറ്റംപ്റ്റിലെ അവർ ഇൻകം ടാക്സിൽ കിട്ടി, അവർ വിട്ടിട്ടില്ല. വീണ്ടും അവർ പ്രിപ്പയർ ചെയ്തു, വീണ്ടും ഫൈറ്റ് ചെയ്തതിന് ശേഷം അടുത്ത അറ്റംപ്റ്റിലേക്ക് IPS വന്നു, അവർ വിട്ടിട്ടില്ല. മൂന്നാമത്തെ അറ്റംപ്റ്റിലേക്ക് IAS പോകും. ഇപ്പോൾ ദിസ് എക്സാം ഇസ് അബൌട്ട് പെർസിവറൻസ്, അബൌട്ട് ഹാർഡ് വർക്ക്. യു ഹാവ് ടു കീപ് ഡൂയിങ് ഇറ്റ്. പിന്നെ എന്താണ് കണ്ടിന്യൂറ്റി? അത് തന്നെയാണ്. ഇത് നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്സ് അല്ല അവിടെ ചോദിക്കാൻ പോകുന്നത്. സപ്പോസ് യു ആർ എ സിവിക്സ് എക്കണോമിക്സിന്റെ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിന്റെ ആണ്, അല്ലെങ്കിൽ ആർട്സ് ലോ സയൻസിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ സബ്ജക്ട് അല്ല. നിങ്ങൾ ലോകത്തിൽ എന്താ നടക്കുന്നത് അറിയാം. ഈ കോവിഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ സപ്പോസ് ഒരു ചോദ്യം, വാട്ട് ഈസ് എ പാൻഡമിക് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിഡമിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? What is the difference between pandemic and what is the difference between epidemic? What is the difference between COVID-19 and other influenza medicines? What is how the world is struggling with this? What is the effect of this on the economy, about the common man? Is lockdown the solution? അങ്ങനെയുള്ള ഈ കറന്റ് ഇഷ്യൂസിലെ ചോദ്യങ്ങൾ വരും. How it has changed the world forever? What is the geopolitical situations? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയണം, ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഉണ്ടാവണം. മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് എക്സ്പീരിയൻസസ്. ധാരാളം എക്സ്പീരിയൻസസ് ഉണ്ട്. അതിനെ പറയാൻ പോയാൽ ഈ 10 മണിക്കൂർ പോലെ മതിയാവില്ല. ധാരാളം എക്സ്പീരിയൻസസ്. ജനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മെഡലുകൾ ഞാനെല്ലാം കാത്തു സൂക്ഷിക്കുകയാണ്, എൻ്റെ മനസ്സിലുണ്ട്. സമയം കിട്ടിയാൽ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ട് ഞാനതൊക്കെ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷെ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ്, വെൽത്ത് ഓഫ് നോളജ്. ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദി സിവിൽ സർവീസസ്. And I did not chase money, I did not chase power. That is why I could get all those experiences. ഈ വിശ്വാസ് എന്ന് പറഞ്ഞ ഒരു ടീന്റെ കാര്യം പറഞ്ഞില്ലേ വിഘ്നേശ്വരി, അതിന്റെ പേര്, ആ ടീ ബാഗിന്റെ പേര് വിശ്വാസ് ഇല്ലായിരുന്നു. ഞാനല്ല വെച്ചത്. ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് പറയില്ല, ചെയ്യാൻ പാടില്ലാതാണ്. ഇറ്റ് ഇസ് അൺഎത്തിക്കൽ. How can I launch a product of my own name? No, I did not do it. It was called Malabar Gold. ആ ടീന്റെ പേര് മലബാർ ഗോൾഡ് ആയിരുന്നു. അതിനാണ് പിന്നാലെ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. മലബാർ ഗോൾഡ് 10 വർഷമായിട്ട് മലബാർ ഗോൾഡ് ആയിട്ട് നമ്മുടെ ടീ മാർക്കറ്റിംഗ് ചെയ്തത്. ട്രൈബൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ടീ തേയിലത്തോട്ടം നിന്ന് ഫാക്ടറിയിൽ പ്രോസസ് ചെയ്തിട്ട് ഞങ്ങൾ മലബാർ ഗോൾഡിന്റെ പാക്കേജ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി 10, 20, 30 വർഷം മുമ്പ്. 10 വർഷം കഴിഞ്ഞിട്ട് വേറെ ഒരു ഓഫീസർ ഇവിടെ വരുമ്പോ അവർ നോക്കി എങ്ങനെയാണ് അത് വിശ്വാസ് മേത്തക്ക് ചെയ്യാൻ സാധിച്ചത്.
So he dedicated this and changed the name of product to Vishwas. One of the young officers did it. Matralla, he did another thing. A Priyadarshini tea estate Nyan Ravane Muta Rakri Vare Karangan is Salate. Utre Adikam Uttara Manikor Nan of the Chelvagikan. Adivasical Kasaikanite. Avade Oro, highest point in the pair, Vishwas point in a visit. In a Adrikan Vindi, dedicated to my effort, he gave it. Adana medal, service medal. Nyana Parna in Srichala. Other our initiate Malabar Gold pair Marty, Vishwas in a Parempo, other Angikaram. Ansuitala. Vishwas point of the pair Ansuitala. The Kitadana. So Adunda, the Harala experiences Sanganunda. Adunda, one full day is not enough. Namakitan Angilamuka, Nana Korcheda. Apo Innate Madia, Kananika, Arthur meeting in the Samai. My best wishes to all of you. I wish you all a very, very happy Onam. In Onathinde Perele Malayalam Manorama in the Vitalevan interview Narthirno. So, other Telepo Ona Sameta telecast Manormaile. Engelka Samakitan definitely no car. Other Everti controversy of official positions. Alla. Yanum DGP. Wife would in the CS Bangla Valley in the Ravale record. Half an hour interview. What about Kerala? How do we like this festival? In that I should put out the record. The one it all the best. My best wishes always with you. May God give you success. Kerala, a lot of boys and girls have made it to IAS. Don't give it up. A person who keeps trying. Just last message to all of you. If you can remember this. The battles of life. Remember this. Battles of life are not won. They are not won by the strongest or the most intelligent man or woman. Battles of life are not won by the strongest or most intelligent man in the life. They are won by the people who think they can. Yan Tirmanichu. Yan best Allah Kariyam. Yan best I can Shamikum. Adana civil services corrects you will lose, you will fail, you will feel low, but you will keep trying, you will not give it. Ultimately, person who succeeds is the person who tries. Keep trying. Look at the story of Abraham Lincoln. How many times he failed in his life? How many times? He never won an election. He wanted to commit suicide. He lost his business. How many times? Just look at the story of Abraham Lincoln. How many times his entire life is a story of failures. But he succeeded once. He became the president of the United States. And after that, nobody forgot him. Abraham Lincoln, Abraham Lincoln, everybody remembers. Nobody remembers his losses, his failures. People only remember his success. And success in the pinnale, otre failures unda adu kudi mansalaganu. Appo adukonde ella kuttikalukku ella vidha ashamsagal njan neranundu. Please give your feedback to Vigneshwari so that next time when I speak to you, when you crack this exam, you will feel proud of the moment we shared today. Thank you very much and happy Onam to you. I am logging off now. Bye-bye. Thank you so much for enlightening talk, sir. Thank you so much. Please do get feedback. Okay. Thank you. Sure, sir. Sure. Thank you. And thank you so much for all these students who have been a part of this orientation program. I wish you all a very happy Onam. We'll meet again next week. And then the orientation class and your regular classes will continue. And all the very best for all the students who are going to take up the exam this year. We hope you'll give the best. And we are here to support you. Thank you so much. Happy Onam.